ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ഇറാനിലേക്ക് ഇസ്രായേൽ നിർണായകമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന, ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് ഇസ്രായേലിൻ്റെ തുടർച്ചയായ 3 ആക്രമണങ്ങൾ ഇറാനിൽ നടന്നിരിക്കുന്നത്. ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ 3 തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമല്ല എങ്കിലും ഇറാന് നേരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ആദ്യ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാനെ ഉടൻ ആക്രമിക്കുമെന്ന്. ആ വീഡിയോ ഞാൻ പുറത്തുവിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന വാർത്ത പുറത്തു വരികയായിരുന്നു. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി സംഭവിക്കുന്നു എന്നു തന്നെയാണ് ഇതിലൂടെ കാണേണ്ടത്. കാരണം ഇത്തരമൊരു ആക്രമണം ഉണ്ടാകും, ഇസ്രായേൽ ആയിരിക്കും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുക എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നതാണ്. ഇന്നലെ രാത്രിയോടെ ഇസ്രായേലിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക നിർണായകമായൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് മടങ്ങണം, ഇസ്രായേലിലെ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കോളൂ എന്ന് അമേരിക്ക നിർണായകമായൊരു ഉത്തരവ് കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ ബ്രിട്ടൻ അത് ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലുള്ള തങ്ങളുടെ ജീവനക്കാരോട് തിരികെ വരാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും പറയുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു ഒരു ആക്രമണം ഉണ്ടാകും എന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം തന്നെ രംഗത്ത് വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു ദുസ്സൂചന നൽകിക്കൊണ്ട് ഒരു ദുരന്തം ഉണ്ടാകും എന്ന നിലയിലേക്ക് ട്രംപ് ഒരു സൂചന നൽകിയിരുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കുകയില്ല, പക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ അതിനെ പിന്തുണയ്ക്കും എന്ന പരോക്ഷ സൂചനയായിരുന്നു ട്രംപ് നൽകിയത്. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിലൂടെ ഏറ്റവും പ്രധാനമായി ഒരു രക്ഷയുണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്കയായിരുന്നു ഇറാനെ നേരിട്ട് ആക്രമിച്ചിരുന്നത് എങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ 8ഓളം സൈനിക കേന്ദ്രങ്ങൾ, 8ഓളം അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടൻ തന്നെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമായിരുന്നു. ആ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ആ അറബ് രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും. അറബ് രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ UAEയും ഖത്തറും കുവൈറ്റും ഒക്കെ അടങ്ങുന്ന, സൗദി എല്ലാം അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ഒരു കാരണവശാലും ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കരുത് എന്ന് കൃത്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോയത്. ബ്രിട്ടനും അമേരിക്കയോട് പറഞ്ഞു നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാനെ ആക്രമിക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവുകയും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവുകയും ഇറാൻ തിരിച്ചടിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ മുങ്ങുന്നതടക്കമുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ബോധ്യപ്പെട്ട ആ സമയത്താണ് വളരെ നിർണായകമായിട്ട് ഇസ്രായേൽ ഇതിനിടയിലൂടെ ഒരു വലിയ ആക്രമണം നടത്തിയത്. നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിൽ അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സന്ദർശനം ആരംഭിക്കാനിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ഇറാനുമായുള്ള യുദ്ധ നീക്കങ്ങളെക്കുറിച്ചും ഗസയിൽ ഹമാസിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഗസയിൽ പുതിയ ഭരണകൂടത്തെ നിയമിക്കുന്നത് സംബന്ധിച്ചും അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചുമൊക്കെ നിർണായകമായ പല ചർച്ചകളും ഇറാനുമായി മാർക്കോ റൂബിയോ നടത്താൻ ഇരിക്കുന്നതിനിടയിലാണ് ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന് വ്യക്തമല്ല എങ്കിലും ഇറാനിനുള്ളിൽ സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായി എന്നത് വ്യക്തമായിരിക്കുന്നു. ഇതിലൂടെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകും. അമേരിക്കൻ പടക്കപ്പലുകൾ അടക്കം തകർക്കുന്ന നിലയിലേക്ക് ഇറാൻ മുന്നോട്ട് പോകുമെന്ന തരത്തിലുള്ള ഭീതി അന്താരാഷ്ട്ര തലത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതടക്കമുള്ള ചെങ്കടലിൽ ഹൂത്തികളെ ഉപയോഗിച്ച് അതിലൂടെയുള്ള കപ്പൽ സഞ്ചാരം നിർത്തിവെപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും എണ്ണക്ഷാമത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ദൂരവ്യാപകമായ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വളരെ ഗുരുതരമായ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ദൂരവ്യാപകമായി ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിലുള്ള നിർണായകമായ ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു തരത്തിലും ഇനി ഒരു യുദ്ധ സാഹചര്യം പിടിച്ചു നിർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും 3 ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിക്കഴിഞ്ഞിരുന്നു. ഇറാനും അമേരിക്കയും ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തിയത് ഇന്നലെ ജനീവയിലായിരുന്നു. ജനീവയിലെ ചർച്ചയിലും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഇറാൻ കൃത്യമായി 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഈ 3 നിർദ്ദേശങ്ങൾ
നിർദ്ദേശങ്ങളും ഇറാന് ഗുണകരമാകുന്ന വിധത്തിലുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ 60% യുറേനിയം സമ്പുഷ്ടീകരിക്കും, 100% നിന്ന് 60%ത്തിലേക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാൻ തയ്യാറാണ്. 2, അമേരിക്കൻ കമ്പനികൾ ഇറാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഇറാനിലെ എണ്ണ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതായിരുന്നു. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചത്, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ മറ്റ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല, ഞങ്ങൾക്ക് മേലുള്ള ഉപരോധങ്ങൾ തീർത്തതിന് പിറകെ അമേരിക്ക ഞങ്ങൾക്ക് കൂടുതലായി യുദ്ധവിമാനങ്ങൾ നൽകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതേസമയം തന്നെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ യുദ്ധസാമഗ്രികൾ വാങ്ങിക്കൂട്ടാനായി ഇറാൻ നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇറാൻ പ്രതിരോധ രംഗത്ത് ഒരു വലിയ ശക്തിയായി മാറുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ആയുധ രംഗത്ത് ഒരു വലിയ ശക്തിയായി മാറുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. അമേരിക്കയോട് ഒരിക്കലും വഴിപ്പെടാതെ വെല്ലുവിളിച്ച് തിരിച്ചടിച്ച് നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ ആ സ്ഥിതി തുടരും എന്ന സൂചനകൾ വ്യക്തമായി ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് നിർണായകമായൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വിധത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലെങ്ങും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ സൈന്യം കൂടുതൽ സജ്ജരായിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് എയർബേസിൽ നിന്ന് കൂടുതൽ വിമാന ടാങ്കറുകൾ, അതായത് ആകാശത്ത് വെച്ച് യുദ്ധം ചെയ്യുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന FC-125 എന്ന് പറയുന്ന ഇന്ധന ടാങ്കറുകൾ കൂടുതലായി ഇസ്രായേലിലെ ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ അമേരിക്ക എത്തിച്ചു കൊടുത്തിരുന്നു. കൂടുതൽ സൈനികരെ, അതായത് അറബ് രാജ്യങ്ങളിലെ ഖത്തറിലെയും കുവൈറ്റിലെയും ഒക്കെ സൈനിക കേന്ദ്രങ്ങളിൽ കൂടുതലായി വിന്യസിച്ചിരുന്ന 40,000-ഓളം സൈനികരെ അമേരിക്ക തിരിച്ചു വിളിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം. അവരെയും ഇസ്രായേലിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സൂചന. ടെഹ്റാനിലെ ജംഹൗറി പ്രദേശത്തും യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും നിരവധി മിസൈലുകൾ പതിച്ചു എന്നാണ് വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം നടത്തിയത് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല നിലവിൽ. പക്ഷേ അധികം വൈകാതെ തന്നെ അമേരിക്കയും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തും. എന്തായാലും ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, ഇറാനെ ആക്രമിക്കുന്ന വിധത്തിൽ, വലിയ തോതിൽ ഒരു യുദ്ധം തുടങ്ങുന്ന വിധത്തിൽ ഒരു ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നു. ഈ ആക്രമണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ ആകെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും സൈന്യവും ഔദ്യോഗികമായി ഈ ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വ്യാപകമായി അവിടെ നിന്ന് പലയിടങ്ങളിലും ആക്രമണ ഭീഷണി ഉള്ളതുകൊണ്ട് ഒഴിപ്പിക്കൽ നടപടി തുടരുകയാണ്. എന്തായാലും ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഖാംനെയുടെ ഓഫീസിനരികിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസിന് ഉൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയത്തിൽ വ്യാപകമായിട്ടുള്ള ഒഴിപ്പിക്കലുകളും മറ്റ് മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെ ഉദ്യോഗസ്ഥരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ US നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ വലിയ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടി ഭയന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളും അതേസമയം ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത.